നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു പൂന്തോട്ടത്തിൽ ഒരിനം പൂക്കൾ മാത്രം വിരിഞ്ഞു നിൽക്കുന്നു എന്ന് കരുതുക. ആ പൂന്തോട്ടം കാണാൻ വല്ല ഭംഗിയും ഉണ്ടാവുമോ? എന്നാൽ വ്യത്യസ്ത ഇനം വിവിധ ചെടികൾ പല നിറത്തിലും വലിപ്പത്തിലും രൂപത്തിലുമുള്ള പുഷ്പങ്ങൾ വിരിഞ്ഞു നിന്നാൽ ആ പൂന്തോട്ടം വളരെ ഭംഗിയും മനോഹരവുമായിരിക്കും. വിനോദസഞ്ചാരികളെ അത് ആകർഷിക്കുകയും ചെയ്യും. അതുപോലെ വ്യത്യസ്തമായ വിശ്വാസങ്ങളും ആചാരങ്ങളുമുള്ള മതങ്ങൾ പരസ്പരം ബഹുമാനത്തോടുകൂടെ ഒരുമിച്ച് വസിക്കുമ്പോൾ മാത്രമാണ് രാജ്യം ശക്തിപ്പെടുന്നത്. നമുക്കറിയാം, ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്. അതുകൊണ്ടാണ് ഒരു മതത്തെയും ഔദ്യോഗികമായിട്ട് ഉയർത്തി കാണിക്കാത്തതും മറ്റൊരു മതത്തെ താഴ്ത്തി കാണിക്കാത്തതും. അതായത് ഇന്ത്യക്ക് ഒരു ദേശീയ മതമില്ല എന്ന് ചുരുക്കം. ഓരോ പൗരനും സ്വന്തം മതത്തിൽ വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും സമാധാനപരമായി അത് പ്രചരിപ്പിക്കുന്നതിനും നമ്മുടെ ഭരണഘടന നമുക്ക് അവകാശം നൽകിയിട്ടുണ്ട്. അതേസമയം മറ്റു മതക്കാരുടെ അതേ അവകാശത്തെ മാനിക്കാനുള്ള ഉത്തരവാദിത്വം ഓരോ പൗരനുമുണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. ഞങ്ങളുടെ മതം മാത്രമേ ഇവിടെ ഉണ്ടാകാവൂ, മറ്റുള്ളവരെ ആരാധന അനുവദിക്കരുത് എന്ന നിലപാട് ആരെങ്കിലും വെച്ച് പുലർത്തുന്നുവെങ്കിൽ അത് ജനാധിപത്യത്തിന്റെയും മതസ്വാതന്ത്ര്യത്തിന്റെയും ആത്മാവിനെ ഹനിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. എന്നാൽ അത് അക്രമത്തിലൂടെയോ ഭീഷണിയിലൂടെയോ ആരാധന തടസ്സപ്പെടുന്നതിലൂടെയോ പ്രകടിപ്പിക്കുന്നത് നിയമപരമായും ധാർമ്മികപരമായും തെറ്റാണ്. കൂട്ടത്തിൽ ആരെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിയമപാലകരെ അറിയിക്കുന്നതാണ് വേണ്ടത്. ഇവിടെ പോലീസും കോടതിയും ഉണ്ട്. അവർ നിയമ നടപടികൾ സ്വീകരിച്ചോളും. ശ്രദ്ധിക്കുക, യേശുക്രിസ്തു പറഞ്ഞത് ആരെങ്കിലും എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ, മത്തായി 16:24, ഇച്ഛിച്ചാൽ എന്ന വാക്ക് വിശ്വാസം സ്വമേധയാ സ്വീകരിക്കേണ്ടതാണെന്ന് വ്യക്തമാക്കുന്നു. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. മത്തായി 5:9 അപ്പോസ്തലൻ പത്രോസ് പറഞ്ഞിരിക്കുന്നത് സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് പ്രതിവാദം പറയുവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പാൻ എന്നാണ്. ബലപ്രയോഗമോ വിദ്വേഷമോ കൊണ്ടല്ല, സ്നേഹവും സത്യവും സമാധാനവുമാണ് നാം ഓരോരുത്തരും പിന്തുടരേണ്ടത്. ഈ സന്ദേശം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്യുക.